ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. അഭിഷേകാഗ്നിയുടെ എല്ലാ പ്രേക്ഷകർക്കും രക്ഷിതാവും കർത്താവുമായ യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ കൃപയും സമാധാനവും. പ്രൈസ് ദി ലോർഡ്. ഇന്ന് നാം ചിന്തിക്കുന്ന വിഷയം എൻ്റെ കാര്യം ആര് നോക്കും എന്നതിനെ കുറിച്ചാണ്. രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 17-ാം അധ്യായം 12-ാം തിരുലിഖിതം. ഞാൻ 2 ചുള്ളിവിറക് പിറക്കുകയാണ്, ഇത് കൊണ്ടുപോയി അപ്പമുണ്ടാക്കി എനിക്കും എൻ്റെ മകനും കഴിക്കണം, എന്നിട്ട് ഞങ്ങൾ മരിക്കും. പാവപ്പെട്ടൊരു വിധവയുടെ അനാഥത്വത്തിൽ, ആരുമില്ലാത്തതിൻ്റെ വേദനയിൽ ഹൃദയം നൊന്ന് നിലവിളിക്കുന്ന ഒരു ഭാഗമാണ് ഈ തിരുലിഖിതങ്ങളിൽ നാം കാണുന്നത്. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ വചനത്തെക്കുറിച്ച് ചിന്തിക്കുന്നതിന് മുമ്പ് കഴിഞ്ഞ നാളുകളിൽ അഭിഷേകാഗ്നി പ്രോഗ്രാം കേട്ടപ്പോൾ ചില കുടുംബങ്ങളിലെ ആർക്കും സഹായിക്കാൻ പറ്റാത്ത സാഹചര്യങ്ങളിലേക്ക് ദൈവത്തിന്റെ അത്ഭുത ശക്തി വ്യാപരിച്ചതിനെ കുറിച്ച് അവർ നമുക്ക് വേണ്ടി വെളിപ്പെടുത്തുന്നത് നമുക്കൊന്ന് ശ്രദ്ധിക്കാം. അയർലൻഡിലുള്ള സിജോ മായ ദമ്പതികൾ അയർലൻഡിലെ ഡബ്ലിനിൽ നിന്ന് എഴുതുന്നതാണ് ഇന്ന് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നത്. ഞങ്ങൾക്ക് കഴിഞ്ഞ ഒക്ടോബർ മാസത്തിൽ 2009 ഒക്ടോബർ മാസത്തിൽ ഒരു പെൺകുഞ്ഞ് ജനിച്ചു. ചില കാരണങ്ങളാൽ ഞങ്ങൾക്ക് നാട്ടിൽ നിന്നും ആരെയും സഹായത്തിന് കൊണ്ടുവരുവാൻ സാധിച്ചില്ല. ഞങ്ങളുടെ മോൾ ജനിച്ചതിന് ശേഷം 2 ആഴ്ച കഴിഞ്ഞപ്പോൾ മുതൽ വല്ലാത്ത അസ്വസ്ഥതയുടെ പിടിയിലമർന്നു. രാത്രി ഒട്ടും ഉറങ്ങുന്നില്ല, നിർത്താതെ കരച്ചിലും ആരംഭിച്ചു. ഇത് 1.5 മാസത്തോളം തുടർന്നു. ഞങ്ങൾ ആകെ വിഷമിച്ചു. എന്തു ചെയ്യും? ഇവിടെ സഹായിക്കാനും ആരുമില്ല. ഞങ്ങൾ നിസ്സഹായ അവസ്ഥയിൽ നെടുവീർപ്പെടാൻ തുടങ്ങി. ആ സമയത്താണ് ഞങ്ങളുടെ ഒരു ഫ്രണ്ട് വഴി സഗിയോൻ ധ്യാന കേന്ദ്രത്തിലെ അഭിഷേകാഗ്നി പ്രോഗ്രാം വെബ്സൈറ്റിൽ ഉണ്ടെന്ന് അറിഞ്ഞത്. അങ്ങനെ കമ്പ്യൂട്ടറിൽ വെബ്സൈറ്റ് തുറന്ന് അഭിഷേകാഗ്നി പ്രോഗ്രാം കാണുകയും അഡോറേഷന്റെ സമയത്ത് ഞങ്ങൾ ഈ കുഞ്ഞിനെ സമർപ്പിച്ച് കരഞ്ഞ് പ്രാർത്ഥിക്കുകയും ചെയ്തു. അത്ഭുതമെന്ന് പറയട്ടെ, ഞങ്ങളുടെ മോളുടെ അസ്വസ്ഥതകൾ യേശുവിന്റെ നാമത്തിന്റെ അത്ഭുത ശക്തിയാൽ വിട്ടുപോയി. മോൾക്ക് നന്നായി ഉറങ്ങാൻ സാധിക്കുന്നു. മോളുടെ ശരീരത്തിന്റെ തളർച്ചകൾ മാറി, നിർത്താതെയുള്ള കരച്ചിലും വിട്ടുമാറിപ്പോയി. ഹല്ലേലൂയ. അയർലൻഡിലെ ഡബ്ലിനിൽ നിന്ന് സിജോ മായ ദമ്പതികൾ സാക്ഷ്യപ്പെടുത്തുകയാണ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഒരു നിമിഷം കണ്ണുകൾ അടച്ച് കുടുംബത്തിലെ ഓരോ സങ്കീർണ സാഹചര്യങ്ങളിലേക്ക് ദൈവത്തിന്റെ അത്ഭുത ശക്തി ഇറങ്ങാൻ വേണ്ടി ഇപ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാം. യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം 47-ാം തിരുലിഖിതം. ദൈവത്തിൽ നിന്നുള്ളവൻ ദൈവത്തിന്റെ വാക്ക് ശ്രവിക്കുന്നു. ദൈവത്തിൽ നിന്നുള്ളവൻ ദൈവത്തിന്റെ വാക്ക് ശ്രവിക്കുന്നു. ഈ നിമിഷം എല്ലാവരും ഹൃദയം തുറക്കട്ടെ. ഹൃദയത്തിലെ എല്ലാ അവസ്ഥകളിലേക്ക് ദൈവശക്തി വ്യാപരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ ദൈവമേ, അങ്ങയുടെ വാക്ക് കേൾക്കാൻ തടസ്സമുണ്ടാക്കുന്ന വിധം ഓരോ ശരീരങ്ങളിലും കുടുംബങ്ങളിലും ഇപ്പോൾ കുടികൊള്ളുന്ന ഓരോ തരത്തിലുള്ള വിപരീത സാഹചര്യങ്ങൾ വിട്ടുമാറി പോകട്ടെ. ഓ ദൈവമേ, രോഗികളുടെ മേൽ അങ്ങയുടെ അത്ഭുതകരമായ സ്പർശനം ഇപ്പോൾ അവിടെ നൽകണമേ കർത്താവേ. ഓരോ തരത്തിലുള്ള വ്യതകൾ അനുഭവിച്ച് അങ്ങയുടെ നാമം വിളിച്ചപേക്ഷിക്കുന്ന ഓരോ കുടുംബങ്ങളിലേക്കും അങ്ങയുടെ അത്ഭുതകരമായ ശക്തി ഇപ്പോൾ വ്യാപരിക്കട്ടെ. ദൈവവചനം കേൾക്കുമ്പോൾ ഹൃദയത്തിൽ മല്ലടിക്കുന്ന അവസ്ഥകളും അവിശ്വാസവും ദുർചിന്തകളും ദുർബുദ്ധിയും കുടില ചിന്തകളും ദൈവമക്കളെ പീഡിപ്പിക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ വിട്ടുമാറി പോകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ജ്ഞാനത്തിന്റെ പുസ്തകം 1-ാം അധ്യായം 3-ാം തിരുലിഖിതം. കുടില ബുദ്ധി മനുഷ്യനെയും ദൈവത്തെയും തമ്മിൽ അകറ്റിക്കളയുന്നു. ദൈവവചനത്തോട് മല്ലടിക്കുന്ന കുരുടു പിടിച്ച എല്ലാ ചിന്തകളെയും യേശുനാമത്തിൽ ശാസിക്കുന്നു. വിട്ടുമാറി പോകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമക്കൾക്ക് തെളിഞ്ഞ ചിന്ത, തെളിഞ്ഞ ബുദ്ധി, വിശ്വാസ അഭിഷേകം, ആത്മീയ കൃപകൾ ഇപ്പോൾ സമൃദ്ധമായി ലഭിക്കട്ടെ. പ്രാർത്ഥന വരങ്ങൾ നിറയട്ടെ. ആത്മീയ അഭിഷേകങ്ങളെ ജ്വലിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. മന്ദിച്ച ഹൃദയങ്ങൾ, മരവിച്ച മനസ്സുകൾ യേശുവിന്റെ നാമത്തിൽ പുതുജീവൻ പ്രാപിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. യേശുവേ സ്തോത്രം, യേശുവേ ആരാധന. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ.
രാജാക്കന്മാരുടെ 1-ാം പുസ്തകത്തിൽ 17-ാം അധ്യായത്തിൽ ഏലിയ പ്രവാചകൻ സറപ്തായിലെ വിധവയുടെ അടുത്തേക്ക് ദൈവത്താൽ അയക്കപ്പെടുന്ന രംഗം എഴുതപ്പെട്ടിരിക്കുകയാണ്. അവിടെ ആ വിധവ ഏലിയ പ്രവാചകന്റെ മുമ്പിൽ ജീവിതത്തിലെ കഠിനമായ ഒരു നിസ്സഹായ അവസ്ഥ, ഗവൺമെന്റിന് സഹായിക്കാൻ പറ്റുന്നില്ല, നാട്ടുകാർക്ക് സഹായിക്കാൻ പറ്റുന്നില്ല, സ്വന്തക്കാർക്ക് സഹായിക്കാൻ പറ്റുന്നില്ല, സഹായിക്കാൻ ആരുമില്ലാത്ത ഒരു വിധവയുടെ വേദനയുടെ മുമ്പിലാണ് ഏലിയ പ്രവാചകൻ നിൽക്കുന്നത്. ആ വിധവ തന്റെ നിസ്സഹായ അവസ്ഥയുടെ നടുവിൽ ഏലിയ പ്രവാചകനോട് പറയുകയാണ്, പ്രഭോ, ഞാൻ 2 ചുള്ളിവിറക് പിറക്കുകയാണ്. ഇത് കൊണ്ടുചെന്ന് അപ്പമുണ്ടാക്കി എനിക്കും എൻ്റെ മകനും കഴിക്കണം, എന്നിട്ട് ഞങ്ങൾ മരിക്കും. ഇതിനപ്പുറത്തേക്ക് ഇനി ജീവിക്കാൻ ഞങ്ങൾക്ക് യാതൊരു വകയുമില്ല. ആ കുടുംബത്തിന്റെ കഠിനമായ തകർച്ച പ്രവാചകന് മുമ്പിൽ വെളിപ്പെടുത്തുകയാണ്. ഇത് കേട്ടപ്പോൾ പ്രവാചകൻ ആ തകർന്ന കുടുംബത്തിന് രക്ഷയുടെ ഒരു വഴി നിർദ്ദേശിച്ചു കൊടുക്കുകയാണ്. ദൈവത്തിന്റെ ആത്മാവ് വെളിപ്പെടുത്തി കൊടുത്ത സംഗതി പ്രവാചകൻ ആ വിധവയോട് പറയുകയാണ്. അതാണ് രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 17-ാം അധ്യായം അതിൽ 13-ാം തിരുലിഖിതം. നീ പോയി ആദ്യം ഒരു ചെറിയ അപ്പം ഉണ്ടാക്കി എനിക്ക് കൊണ്ടുവന്ന് തരിക, പിന്നെ നീയും നിന്റെ മകനും അപ്പം ഉണ്ടാക്കി കഴിക്കുക. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ സമയത്ത് ആ വിധവയുടെ മനസ്സിൽ കടന്നു വരാൻ സാധ്യതയുള്ള ചിന്തകൾ നിങ്ങളുടെ മനസ്സിൽ കൊണ്ടുവരിക. ആ പാവപ്പെട്ട വിധവ ഒരുപാട് നാളുകളായി ഒന്നുമില്ലാതെ പട്ടിണി കിടക്കുകയാണ്. ഈ സമയത്ത് ആരും അവരെ സഹായിക്കാനില്ല. ഒരു പിടി മാവ് ആരെങ്കിലും വന്നാൽ ഒരു അവസാനത്തെ പിടി എന്ന നിലയ്ക്ക് ഒരല്പം മാവ് എടുത്ത് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. പട്ടിണി കിടന്ന് ഇവർ നരകിക്കുകയാണ്. അവസാനത്തെ കൈ ഇവർ രണ്ടുപേരും, വിധവയും വിധവയുടെ കുഞ്ഞും തളർന്ന് അവശരായി. ഒരു കാര്യം വിധവയ്ക്ക് മനസ്സിലായി, ഇനി പിടിച്ചു നിൽക്കാൻ നിവൃത്തിയില്ല, ഇനി മരിക്കും. മരിക്കുന്നതിന് മുമ്പ് അവസാനത്തെ ആഗ്രഹമാണ് ഈ ബാക്കിയുള്ള ഒരു പിടി മാവ് കൊണ്ട് അപ്പം ഉണ്ടാക്കി കഴിച്ചിട്ട് മരിക്കണം. അങ്ങനെ അറ്റത്തെത്തി നിൽക്കുന്ന ഈ വിധവയോടാണ് പ്രവാചകൻ പറയണത്, നീ ആദ്യം ഒരു അപ്പം ഉണ്ടാക്കി എനിക്ക് കൊണ്ടുവന്ന് തരിക, പിന്നെ നീ നിന്റെ മകനും അപ്പം ഉണ്ടാക്കി കഴിക്കുക. സ്വാഭാവികമായും പല പ്രയാസങ്ങൾ വരാം. ഈ അവസാനത്തെ ഈ തകർന്ന അവസ്ഥയിലാണല്ലോ ഇപ്പോൾ ഇങ്ങനെയൊക്കെ പറയാൻ തോന്നുന്നത്. ഈ അപ്പം ഉണ്ടാക്കി കൊടുത്താൽ ഇനി എന്റെ ഈ കുഞ്ഞിന്റെ കാര്യം ആര് നോക്കും? ഈ കുഞ്ഞിന്റെ കാര്യം ആര് നോക്കും? എന്റെ കാര്യം ആര് നോക്കും? ഇങ്ങനെ ഒരുപാട് തരത്തിലുള്ള നിസ്സഹായ അവസ്ഥയുടെയും സങ്കടത്തിന്റെയും മനോവിഷമത്തിന്റെയും ചിന്തകൾ ആ മനസ്സിലൂടെ കടന്നു പോയിരിക്കാം. എന്നാൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്റെ കാര്യം ആര് നോക്കും? എന്റെ കുഞ്ഞിന്റെ കാര്യം ആര് നോക്കും? എന്റെ കുഞ്ഞിന് അവസാനമായിട്ട് ഒരു തരി ഭക്ഷണം വെച്ചു കൊടുത്ത് മരിക്കാൻ പോലും അനുവദിക്കുന്നില്ലല്ലോ. ഇങ്ങനെയൊന്നും ആ വിധവ വേദനയുടെ ചിന്തയൊന്നും മനസ്സിൽ വെച്ചതായിട്ട് ബൈബിളിൽ കാണുന്നില്ല. ആ വിധവ പോയി ഒരു ചെറിയ അപ്പം ഉണ്ടാക്കി കൊണ്ടുവന്ന് ദൈവത്തിന്റെ പ്രവാചകനായ ഏലിയായുടെ കൈകളിലേക്ക് കൊടുത്തു. പ്രിയപ്പെട്ട ദൈവമക്കളെ, ദൈവത്തിന്റെ വചനത്തിൽ പഠിപ്പിക്കുകയാണ്, നിന്റെ കലത്തിലെ മാവ് തീർന്നു പോവുകയില്ല, നിന്റെ ഭരണിയിലെ എണ്ണ വറ്റുകയുമില്ല. രാജാക്കന്മാർ 1-ാം പുസ്തകം 17-ാം അധ്യായം 16-ാം വാക്യം ഇത് വീണ്ടും വെളിപ്പെടുത്തുകയാണ്. ഏലിയ വഴി കർത്താവ് അരുളി ചെയ്തതുപോലെ കലത്തിലെ മാവ് തീർന്നു പോയില്ല, ഭരണിയിലെ എണ്ണ വറ്റിയതുമില്ല. അനേക ദിവസങ്ങൾ അവർ സുഭിക്ഷമായി അപ്പം ഭക്ഷിച്ചു. ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, എന്റെയും നിങ്ങളുടെയും ജീവിതത്തിന്റെ അഭിഷേകത്തിന് വലിയ തടസ്സമാണ് സ്വാർത്ഥത. എന്റെയും നിങ്ങളുടെയും ഏറ്റവും വലിയ ശത്രുവാണ് സ്വാർത്ഥത. എന്റെ കാര്യം ആര് നോക്കും? ദൈവിക കാര്യങ്ങൾക്ക് വേണ്ടി പുറപ്പെടുമ്പോ, ദൈവരാജ്യ വേലയ്ക്ക് വേണ്ടി പുറപ്പെടുമ്പോ, പ്രാർത്ഥനാ ഗ്രൂപ്പിലെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി പുറപ്പെടുമ്പോൾ, ഇടവകയിലെ ഓരോ കാര്യങ്ങൾക്ക് വേണ്ടി പുറപ്പെടുമ്പോൾ, സഭയ്ക്ക് വേണ്ടി പുറപ്പെടുമ്പോൾ, സഭാ ശുശ്രൂഷയ്ക്ക് വേണ്ടി പുറപ്പെടുമ്പോൾ, ദൈവരാജ്യത്തിന് വേണ്ടി നിലകൊള്ളുമ്പോൾ, സാത്താൻ ദൈവമക്കളുടെ ഹൃദയത്തിൽ കൊണ്ട് ചിന്തയാണ്, എന്റെ കാര്യം ആര് നോക്കും? എന്റെ കുടുംബത്തിന്റെ കാര്യം ആര് നോക്കും? എന്റെ കുഞ്ഞുങ്ങളെല്ലാം വളർന്ന് വലുതായിക്കൊണ്ടിരിക്കുകയാണ്, എന്റെ കുട്ടികളുടെ കാര്യം ആര് നോക്കും? താൻ പാതി ദൈവം പാതി.
സഭയ്ക്ക് വേണ്ടി ഇങ്ങനെ പണിത് നടന്നാൽ നാളെ എന്റെ ഒരു ആവശ്യം വരുമ്പോ സഭ എന്റെ കൂടെ ഉണ്ടാകുമോ? ദൈവരാജ്യത്തിന് വേണ്ടി പണിത് നടന്ന് അവസാനം എന്റെ സ്ഥിതി എന്താവും? എന്റെ കുഞ്ഞുങ്ങൾ വളർന്നു വരികയാണ്. ഈ കുഞ്ഞുങ്ങളുടെ കാര്യം ആര് നോക്കും? ഒരുപാട് ദൈവരാജ്യ വേലക്കാരെ പിന്നോട്ട് വലിക്കുന്ന വലിയൊരു തകർച്ചയുടെ ചിന്തയാണ് ഈ എന്റെ കാര്യം ആര് നോക്കും? എന്റെ കുടുംബത്തിന്റെ കാര്യം ആര് നോക്കും? എന്റെ മക്കളുടെ കാര്യം ആര് നോക്കും? ദൈവവചനപ്രകാരം ജീവിക്കാൻ തടസ്സപ്പെടുത്തുന്ന സാത്താന്റെ വലിയൊരു കുതന്ത്രമാണിത്. ഞാൻ സത്യസന്ധമായി ഓഫീസിൽ പ്രവർത്തിച്ചാൽ, ഞാൻ നീതിനിഷ്ഠമായി പ്രവർത്തിച്ചാൽ എന്റെ ഓഫീസിൽ നിന്ന് ഞാൻ ഒരുപക്ഷെ ജോലി രാജിവെച്ച് പോകേണ്ടി വരും. ഞാൻ സത്യസന്ധമായി രാഷ്ട്രീയ പ്രവർത്തനം ചെയ്താൽ ഒരുപക്ഷെ ഞാൻ രാഷ്ട്രീയ പ്രവർത്തനം നിർത്തേണ്ടി വരും. ഞാൻ ദൈവവചന പ്രകാരം ബിസിനസ് ചെയ്താൽ എന്റെ ബിസിനസ് തകർന്നു പോകും. പിന്നെ എന്റെ കുടുംബം ആര് നോക്കും? എന്റെ ഭാവി എന്താവും? ഒരുപാട് തരത്തിലുള്ള അരക്ഷിതാവസ്ഥയുടെ ചിന്ത, സ്വാർത്ഥയുടെ ചിന്ത. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ കാര്യത്തെക്കുറിച്ച് ദൈവത്തിന്റെ ഹിതം എന്താണ് എന്ന് ഞാനും നിങ്ങളും മനസ്സിലാക്കണം. യോഹന്നാന്റെ സുവിശേഷത്തിൽ 8-ാമത്തെ അധ്യായത്തിൽ 50-ാമത്തെ തിരുലിഖിതം വചനം പഠിപ്പിക്കുന്നു, ഞാൻ എന്റെ മഹത്വം അന്വേഷിക്കുന്നില്ല, അത് അന്വേഷിക്കുന്നവനും വിധികർത്താവുമായ ഒരുവനുണ്ട്. എനിക്ക് വേണ്ടി എന്റെ മഹത്വം അന്വേഷിക്കുന്ന ഒരുവനുണ്ട്, എന്റെ കുടുംബം അന്വേഷിക്കുന്ന ഒരുവനുണ്ട്, എന്റെ കാര്യം നോക്കുന്ന ഒരുവനുണ്ട്. ഇത് ഞാനും നിങ്ങളും മനസ്സിലാക്കണം. എന്റെ സ്വർഗസ്ഥനായ അപ്പനെ കുറിച്ച്, എന്റെ സ്വർഗസ്ഥനായ പപ്പയെ കുറിച്ച്, എന്റെ സ്വർഗസ്ഥനായ പിതാവിനെ കുറിച്ച് ഞാനും നിങ്ങളും മനസ്സിലാക്കണം. എനിക്ക് വേണ്ടി എന്റെ കാര്യം നോക്കുന്ന ഒരുവനുണ്ട് എന്ന് ഹൃദയം കൊണ്ട് ഉറപ്പായി ബോധ്യപ്പെടണം. യേശുവിന് ആ ബോധ്യം ഉണ്ടായിരുന്നത് കൊണ്ട് യേശുവിന്റെ ജീവിതത്തിൽ ശത്രുക്കളുടെ മുമ്പിൽ യേശു ഒരിക്കലും പതറിയില്ല. പ്രതികൂലത്തിന് മുമ്പിൽ യേശു ഒരിക്കലും പതറിയില്ല. യേശു പറഞ്ഞു, എന്റെ മഹത്വം അന്വേഷിക്കുന്നവനും വിധികർത്താവുമായ ഒരുവനുണ്ട്. അവൻ ജീവിക്കുന്ന ദൈവമാണ്. ജീവിക്കുന്ന ഒരു ദൈവമുണ്ട്. അവൻ എനിക്ക് വേണ്ടി നോക്കുന്നവനാണ്, അവൻ എനിക്ക് വേണ്ടി കരുതുന്നവനാണ്, അവൻ എനിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവനാണ്. ഈ ബോധ്യം യേശുവിന്റെ ഹൃദയത്തിൽ ശക്തമായി യേശു കർത്താവ് സൂക്ഷിച്ചിരുന്നു. അതുകൊണ്ട് ജീവിതത്തിൽ ഒരിക്കലും അരക്ഷിതാവസ്ഥയിലോ ഭയത്തിലോ ദൈവത്തിന്റെ ഇഷ്ടം നിറവേറ്റുന്നതിൽ നിന്ന് പിന്തിരിഞ്ഞു പോകാൻ യേശു ക്രിസ്തുവിന്റെ ജീവിതത്തിൽ ഇട വന്നിട്ടില്ല. യോഹന്നാന്റെ സുവിശേഷത്തിൽ 9-ാം അധ്യായത്തിൽ 31-ാം വാക്യം, യോഹന്നാൻ 9:31, ദൈവത്തെ ആരാധിക്കുകയും അവന്റെ ഇഷ്ടം നിറവേറ്റുകയും ചെയ്യുന്നവന്റെ പ്രാർത്ഥന ദൈവം കേൾക്കും. യോഹന്നാൻ 9:31, ദൈവത്തെ ആരാധിക്കുകയും അവന്റെ ഇഷ്ടം നിറവേറ്റുകയും ചെയ്യുന്നവന്റെ പ്രാർത്ഥന ദൈവം കേൾക്കും. ഹല്ലേലൂയ. ആ ഒരു വ്യക്തിയുടെ അടുക്കൽ ദൈവം ഉണ്ട്. ദൈവം അവന് വേണ്ടി പ്രവർത്തിക്കും. അവന്റെ കാര്യം നോക്കുന്ന ദൈവമുണ്ട്. ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ ജീവിതത്തിൽ ദൈവം എന്നെയും നിങ്ങളെയും ഈ ഭൂമിക്ക് മുകളിലേക്ക് വെച്ചിരിക്കുന്നത് ഞാൻ എന്റെ കാര്യം നോക്കി നടത്താൻ വേണ്ടിയല്ല. എന്റെ കുടുംബത്തെയും എന്റെയും കാര്യം നോക്കി ജീവിച്ച് അങ്ങനെ എല്ലാം നന്നായി ചെയ്ത് ഇവിടുന്ന് മരിച്ചു പോകുമ്പോ, പ്രിയ സ്നേഹിത, പ്രിയ ദൈവ പൈതലേ, നിന്റെ ജീവിതം ഒരു പരാജയമാണ്. ദൈവവചന പ്രകാരം നീ നിന്റെ എല്ലാ കാര്യവും നോക്കി, നിന്റെ കുടുംബത്തിന്റെ എല്ലാ കാര്യവും നോക്കി എല്ലാം മനോഹരമായി ചെയ്ത് കടന്നു പോയാലും ദൈവവചന പ്രകാരം നിന്റെ ജീവിതം ഒരു പരാജയമാണ്. കാരണം എന്ത്? കൊരിന്ത്യക്കാർക്ക് എഴുതിയ 1-ാം ലേഖനം 10-ാം അധ്യായം അതിൽ 31-ാം തിരുലിഖിതം, അതിനാൽ നിങ്ങൾ ഭക്ഷിക്കുകയോ പാനം ചെയ്യുകയോ ചെയ്യുമ്പോൾ അതെല്ലാം ദൈവമഹത്വത്തിനായി ചെയ്യുവീൻ. നിങ്ങൾ ഇരുന്നാലും എഴുന്നേറ്റാലും തിന്നാലും കുടിച്ചാലും നടന്നാലും ഓടിയാലും ജോലി ചെയ്താലും വിശ്രമിച്ചാലും ഉറങ്ങിയാലും ഉണർന്നാലും നിങ്ങൾ അതെല്ലാം ദൈവത്തിന്റെ മഹത്വത്തിനായി ചെയ്യുവീൻ. ഈ ഭൂമുഖത്ത് എന്നെയും നിങ്ങളെയും ദൈവം വെച്ചിരിക്കുന്നത് എന്റെയും നിങ്ങളുടെയും കാര്യം നോക്കാൻ വേണ്ടിയല്ല, പിന്നെയോ ദൈവ മഹത്വത്തിന് വേണ്ടി ജീവിക്കേണ്ടതിനത്രേ. ദൈവ മഹത്വത്തിന് വേണ്ടി ജീവിക്കണം. ഞാനും നിങ്ങളും ഓരോ ദിവസവും ജീവിതം കഴിഞ്ഞ് രാത്രിക്ക് കടക്കാൻ പോകുമ്പോൾ ചിന്തിക്കേണ്ട ഒരു വിഷയമാണിത്. എൻ്റെ ഇന്നത്തെ ജീവിതം കൊണ്ട് ദൈവനാമം ഞാൻ മഹത്വപ്പെടുത്തിയോ? ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തിയോ? എൻ്റെ ജീവിതം കൊണ്ട് ഞാൻ ദൈവത്തെ എത്രമാത്രം മഹത്വപ്പെടുത്തി? കൊളോസോസ് ലേഖനത്തിൽ 3-ാം അധ്യായത്തിൽ 17-ാം തിരുലിഖിതം, വാക്കാലോ പ്രവൃത്തിയാലോ നിങ്ങൾ എന്തെങ്കിലും ചെയ്താൽ അതെല്ലാം കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമം വഴി പിതാവായ ദൈവത്തിന് കൃതജ്ഞത അർപ്പിച്ചുകൊണ്ട് അവന്റെ നാമത്തിൽ ചെയ്യുവിൻ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ
പിതാവിനെ മഹത്വപ്പെടുത്തിക്കൊണ്ടുള്ള ജീവിതമാണ് എന്നിൽ നിന്നും നിങ്ങളിൽ നിന്നും വിശുദ്ധ വചനങ്ങൾ ആവശ്യപ്പെടുന്നത്. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ ഒരു ജീവിതം എനിക്ക് നിങ്ങൾക്ക് തോന്നിയത് പ്രവർത്തിക്കാൻ വേണ്ടിയുള്ളതല്ല. അങ്ങോട്ട് പോകാൻ തോന്നുമ്പോൾ അങ്ങോട്ട് പോവുക, ഇങ്ങോട്ട് പോകാൻ തോന്നും ഇങ്ങോട്ട് പോവുക, അതിനു വേണ്ടിയുള്ളതല്ല ഈ ജീവിതം. കള്ളു കുടിക്കാൻ തോന്നും കള്ളു കുടിക്കുക, തിന്നാൻ തോന്നും തിന്നുക, ഓടാൻ തോന്നും ഓടുക, അതിനു വേണ്ടിയുള്ളതല്ല ഈ ജീവിതം. വിശുദ്ധ പറയാണ്, എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ അവർ തിന്നാനും കുടിക്കാനും ഇരിക്കുകയും നൃത്തം ചെയ്യാൻ എഴുന്നേൽക്കുകയും ചെയ്തു. ഇങ്ങനെ ജഡത്തിന്റെ വെറിക്കുത്തുകൾക്ക് വേണ്ടി അങ്ങനെ അരാജകത്വത്തിന് വിട്ടുകൊടുക്കാനുള്ളതല്ല ഈ ജീവിതം. ഈ ജീവിതം എനിക്ക് നിങ്ങൾക്ക് കർത്താവ് നൽകിയിരിക്കുന്നത് ദൈവത്തിന്റെ മഹത്വത്തിന് വേണ്ടി ജീവിക്കാൻ വേണ്ടി അത്രേ. ദൈവത്തിന്റെ മഹത്വത്തിന് വേണ്ടി ജീവിക്കുക. അങ്ങനെ ദൈവത്തിന്റെ മഹത്വത്തിന് വേണ്ടി ജീവിക്കുമ്പോൾ വരുന്ന എല്ലാ കാര്യങ്ങളും ഞാനും നിങ്ങളും ഏറ്റെടുക്കണം. അതിൽ വിജയമുണ്ടാകാം, പരാജയമുണ്ടാകാം, ഉയർച്ചയുണ്ടാകാം, താഴ്ചയുണ്ടാകാം. ഉയർച്ച വരുന്നത് മാത്രം എടുക്കുകയും താഴ്ച വരുമ്പോൾ വേണ്ടെന്ന് ചിന്തിക്കുകയും ചെയ്യുന്ന ആ രീതി അല്ല ഒരു ക്രിസ്തീയ പൈതലിന്റെ രീതി. ദൈവത്തിന്റെ മഹത്വത്തിന് ഉപയുക്തമാകുന്ന എല്ലാം ഞാനും നിങ്ങൾ സ്വീകരിക്കണം. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക്. പത്രോസ് അപ്പസ്തോലൻ വചനം പ്രസംഗിച്ചു, 3000 പേര് മാനസാന്തരപ്പെട്ടു. എസ്തപ്പാനോസ് വചനം പ്രസംഗിച്ചു, പ്രകടമായൊരു മാനസാന്തരം നമ്മളോട് കാണുന്നില്ല. എസ്തപ്പാനോസിനെ കല്ലെറിഞ്ഞു കൊന്നു. രണ്ടുപേരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായിരുന്നു. പത്രോസ് പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് വചനം പ്രസംഗിച്ചു, 3000 പേര് മാനസാന്തരപ്പെട്ടു. എസ്തപ്പാനോസ് പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞവനായി വചനം പ്രസംഗിച്ചു, പ്രകടമായ മാനസാന്തരമല്ല. പിന്നെയോ എസ്തപ്പാനോസിനെ കല്ലെറിഞ്ഞു കൊന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ പൂർവ്വപിതാക്കന്മാർ പൗരുഷമുള്ളവരായിരുന്നു. കല്ലെറിഞ്ഞ് കൊല്ലപ്പെട്ടാലും 10,000 മാനസാന്തരപ്പെട്ടാലും ദൈവ മഹത്വത്തിന് ഉപയുക്തമായി ദൈവം ക്രമീകരിച്ചിരിക്കുന്നത് ഏറ്റെടുക്കാനുള്ള ചങ്കുറപ്പ് അവർക്കുണ്ടായിരുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വചന ശുശ്രൂഷ ചെയ്തപ്പോൾ 10,000 മാനസാന്തരപ്പെട്ടാലും, ഒരു കുടുംബം മാനസാന്തരപ്പെട്ടാലും, ചിലപ്പോൾ ലിദിയായെ പോലെ ഒരു വ്യക്തിയാണ് മാനസാന്തരപ്പെടുന്നതെങ്കിലും ദൈവമഹത്വത്തിന് വേണ്ടി ദൈവം ക്രമീകരിച്ചതിൽ സന്തോഷിക്കാൻ, ദൈവമഹത്വത്തെ ഓർത്താണ് ഞാൻ നിങ്ങൾ സന്തോഷിക്കേണ്ടത്. എത്ര 10,000 മാനസാന്തരപ്പെട്ടു എന്നതിലല്ല എൻ്റെ നിങ്ങളുടെ സന്തോഷം. ദൈവമഹത്വം ഉണ്ടായോ അതിലാണ് സന്തോഷിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാനും നിങ്ങളും എന്ത് ചെയ്തു എന്നതിലല്ല നമ്മുടെ അഭിമാനം. നമ്മുടെ അഭിമാനം എന്ന് പറയുന്നത് എന്റെയും നിങ്ങളുടെ ജീവിതം വഴി ദൈവനാമം മഹത്വപ്പെട്ടോ, എന്റെ ജീവിതം വഴി ദൈവത്തിന് മഹത്വം കരയറ്റിയോ, അതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് എന്റെയും നിങ്ങളുടെയും അഭിമാനം. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ഈ നിമിഷങ്ങളിൽ നമുക്ക് പ്രാർത്ഥിക്കാം. ഓ ദൈവമേ, ഓരോ കാര്യങ്ങളിലും ഏർപ്പെടുമ്പോൾ ഇതിൽ നിന്ന് എനിക്കെന്ത് കിട്ടും, ഇതിൽ നിന്ന് എനിക്കെന്ത് മെച്ചമുണ്ടാവും എന്ന് ചിന്തിക്കുമ്പോൾ സ്വാർത്ഥതയുടെയും ലോകപ്രകാരമുള്ള അരൂപിയുടെയും അടിമയായിട്ടാണല്ലോ ഞാൻ ജീവിക്കുന്നത്. എൻ്റെ ജീവിതം കൊണ്ട് ദൈവനാമ മഹത്വം ഉണ്ടാവുകയില്ലല്ലോ കർത്താവേ. സ്വാർത്ഥതയെ തകർത്ത് ദൈവരാജ്യത്തിന്റെ ആത്മാവിൽ നിറഞ്ഞ് ഞാൻ 1 മിനിറ്റ് ജീവിക്കുന്നുള്ളെങ്കിൽ ആ 1 മിനിറ്റ് കൊണ്ട് ദൈവനാമം മഹത്വപ്പെടണം. എൻ്റെ ദൈവത്തിന്റെ മഹത്വം, എൻ്റെ ദൈവത്തിന്റെ നാമത്തിന് മഹത്വം കൊടുക്കണം. ദൈവത്തിന്റെ മഹത്വത്തിന് വേണ്ടി ജീവിക്കാൻ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നവരാണ് ഞങ്ങളെന്ന ബോധ്യത്തോടുകൂടി ജീവിക്കാൻ ഞങ്ങൾ അനുഗ്രഹിക്കണമേ. സ്വാർത്ഥതയുടെയും തന്നിഷ്ടത്തിന്റെയും അഹങ്കാരത്തിന്റെയും എല്ലാ തരത്തിലുള്ള ജഡപ്രകാരമുള്ള സ്വഭാവത്തിന്റെയും ആധിപത്യങ്ങൾ ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ വ്യക്തികളിൽ നിന്നും സമൂഹങ്ങളിൽ നിന്നും കുടുംബങ്ങളിൽ നിന്നും തകർന്നു പോകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം നിറയട്ടെ. എൻ്റെ ജീവിതം കൊണ്ട് ദൈവനാമം മഹത്വപ്പെടണം. എൻ്റെ ജീവിതം കൊണ്ട് ദൈവരാജ്യം ഉയരണം. അതിന് തക്കവണ്ണം ദൈവരാജ്യത്തിന്റെ അഭിഷേകം ഹൃദയങ്ങളിലേക്ക് വ്യാപരിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. യേശുവേ സ്തോത്രം, യേശുവേ ആരാധന. പ്രൈസ് ദി ലോർഡ്.
കാത്തിരിപ്പൂ സക്രാരിയായി ഹൃദയം ഒരുക്കി കാത്തിരിപ്പൂ സ്വർഗീയ രാജകുമാരാ വരണേ നീ വരണേ എന്നാത്മാവിൽ രാജനായി വാഴാൻ. ഓ ദിവ്യകാരുണ്യമേ, ഓ നിത്യസായുജ്യമേ, ഓ സ്നേഹവാത്സല്യമേ, എന്നാത്മാവിൽ വാഴാൻ വരൂ. ഓ ദിവ്യകാരുണ്യമേ, ഓ നിത്യസായുജ്യമേ, ഓ സ്നേഹവാത്സല്യമേ, എന്നാത്മാവിൽ വാഴാൻ വരൂ. ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈശോ സ്വർഗത്തിൽ ആയിരിക്കുന്നത് പോലെ അത്ഭുതകരമായ സാന്നിധ്യം നമ്മുടെ അരികിൽ ഇപ്പോൾ നൽകുന്ന സമയമാണിത്. എല്ലാവരും ഇപ്പോൾ മുട്ടുമേൽ നിന്ന് ഭയഭക്തിയോടെ പ്രാർത്ഥിക്കട്ടെ. കഴിഞ്ഞ നാളുകളിൽ UK-യിലുള്ള മാഞ്ചസ്റ്റർ എന്ന് പറഞ്ഞ ദേശത്ത് ഒരു കുടുംബത്തിൽ അഭിഷേകാഗ്നി പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ സമാപനത്തിലെ ആരാധനയുടെ സമയത്ത് ആ കുടുംബത്തിലെ ദുഃഖത്തിലേക്ക് ഈശോ ഇടപെട്ടൊരു സംഭവം അവർ പറഞ്ഞു. ആ കുടുംബത്തിലൊരു കുട്ടിയുണ്ട്, ആരെ കണ്ടാലും എപ്പോഴും തുപ്പും, എപ്പോഴും തുപ്പിക്കൊണ്ടിരിക്കും. അത് എത്ര ചികിത്സിച്ചിട്ടും മാറുന്നില്ല. ആരാധനയുടെ സമയത്ത് ആ മാതാപിതാക്കന്മാർ ആ കുഞ്ഞിൻ്റെ ശിരസിലേക്ക് കരങ്ങൾ വെച്ച് യേശുവേ സുഖപ്പെടുത്തണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു. ക്ഷണനേരം കൊണ്ട് യേശുവിൻ്റെ ശക്തി ആ കുഞ്ഞിൻ്റെ മേൽ വ്യാപരിച്ചു. ആ ആരാധനയ്ക്ക് ശേഷം പിന്നീട് ഇന്ന് വരെ ആ കുട്ടി ഇങ്ങനെ ദുർസ്വഭാവം കാണിക്കുകയുണ്ടായിട്ടില്ല എന്ന്, ആ തുപ്പൽ രോഗം ആ കുട്ടിയിൽ നിന്ന് വിട്ടുപോയെന്ന് ആ കുടുംബം സാക്ഷ്യപ്പെടുത്തുകയുണ്ടായി. സക്രിയ പ്രവാചകന്റെ പുസ്തകം 12-ാം അധ്യായം 5-ാം വാക്യം, ജെറൂസലം നിവാസികൾക്ക് തങ്ങളുടെ ദൈവമായ കർത്താവിൽ നിന്ന് ശക്തി ലഭിച്ചുകൊണ്ടിരിക്കുന്നു. കരങ്ങൾ ഉയർത്തട്ടെ. ഇപ്പം നിങ്ങളുടെ കുടുംബത്തിൽ രോഗികളായ ആരെങ്കിലുണ്ടെങ്കിൽ അവരുടെ മേൽ കൈകൾ വെച്ച് പ്രാർത്ഥിക്കട്ടെ. ഈ സമയം ദൈവത്തിൻ്റെ ശക്തി, യേശുവിൻ്റെ ശക്തി, യേശു നാമത്തിൻ്റെ ശക്തി അത്ഭുതകരമായി ഇത് ഒഴുകുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ ദൈവമേ, അങ്ങയുടെ ശരീരത്തിൽ നിന്ന് രോഗികളിലേക്ക് ശക്തി ഒഴുകിക്കൊണ്ടിരിക്കട്ടെ, ദുഃഖിതരിലേക്ക് ശക്തി ഒഴുകിക്കൊണ്ടിരിക്കട്ടെ. ആർക്കും സഹായിക്കാൻ പറ്റാത്ത വിധം ഓരോ തകർച്ചകളിലേക്ക് വീണുപോയവരിലേക്ക് അങ്ങയുടെ ശക്തി വ്യാപരിച്ചുകൊണ്ടിരിക്കട്ടെ. കഠിന പാപികളിലേക്കാണ് ശക്തി വ്യാപരിച്ചുകൊണ്ടിരിക്കട്ടെ. മദ്യപാനികളിലേക്കാണ് ശക്തി വ്യാപരിച്ചുകൊണ്ടിരിക്കട്ടെ. ഓ ദൈവമേ, സാമ്പത്തികമായി തകർന്നവരിലേക്ക് അങ്ങയുടെ ശക്തി വ്യാപരിച്ചുകൊണ്ടിരിക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൻ്റെ അഗ്നിപ്രവാഹം ഇപ്പോൾ കുടുംബങ്ങളിലേക്കും സമൂഹങ്ങളിലേക്കും സ്ഥാപനങ്ങളിലേക്കും വ്യാപരിക്കട്ടെ. ഇപ്പോൾ കൈകൾ വെച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ രോഗികളും യേശു നാമത്തിൽ സൗഖ്യം പ്രാപിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ സ്തോത്രം, യേശുവേ ആരാധന, യേശുവേ. സ്നേഹവാത്സല്യമേ, എന്നാത്മാവിൽ വാഴാൻ വരൂ. എന്നാത്മാവിൽ വാഴാൻ വരൂ. എന്നാത്മാവിൽ വാഴാൻ വരൂ. ലാലി രാജൻ. ഞാൻ തിരുവനന്തപുരത്ത് പേർക്കടയിൽ നിന്ന് വരുന്നു. എനിക്ക് 10 വർഷമായിട്ട് പെടലിക്ക് വേദനയായിരുന്നു. 10 വർഷമായിട്ട് വരുന്ന പെടലിക്ക് വേദനയാണ് സഹോദരിക്ക്. അത് ഒരു ദിവസം കുറെ 2-3 മണിക്കൂർ സമയം നിന്ന് ജോലി ചെയ്യുകയോ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ ബെഡിൽ പോയി കിടന്നില്ലെങ്കിൽ എനിക്ക് ഭയങ്കര ഛർദ്ദിക്കാൻ വരികയും പെടലി മൊത്തം വേദന, ചെവിക്ക് വേദന, കണ്ണുവേദന, ഇങ്ങനെ ഭയങ്കര അസ്വസ്ഥയായിരിക്കും. ഇപ്പം കഴിഞ്ഞ ഒരു 20 ദിവസത്തേക്ക് മുമ്പ് ഞാൻ ഒരു 3 കിലോ വെയിറ്റ് ബാഗിലിട്ടുകൊണ്ട് കൊല്ലത്തും തിരുവനന്തപുരം വരെ ചെന്ന് അന്ന് എനിക്ക് ഉറങ്ങാനും പറ്റിയില്ല, ഭയങ്കര വിഷമമായിരുന്നു. പിറ്റേന്ന് രാവിലെ ഹോസ്പിറ്റലിൽ നിന്നപ്പോൾ ഡോക്ടർ പറഞ്ഞ് ഇതെല്ലാം തേഞ്ഞിരിക്കുകയാണ്, ഡിസ്ക് എല്ലാം അകന്നിരിക്കുകയാണ്, എക്സ്റേ എടുത്തിട്ട് വരാൻ പറഞ്ഞു. 2 എക്സ്റേ എടുത്തുകൊണ്ട് ഇരുന്നപ്പോൾ നമ്മൾ നല്ലോണം കാണാൻ നല്ല അകന്നിരിക്കുന്നത്. അപ്പോൾ പറഞ്ഞ് പെട്ടെന്ന് തന്നെ കോളർ ഇടണമെന്ന് പറഞ്ഞ് കോളർ ഇട്ട്. എന്നിട്ട് പറഞ്ഞ് ഒരാഴ്ച കഴിയുമ്പോൾ മരണം, ഫിസിയോതെറാപ്പി ചെയ്യാൻ ഇത് മാറത്തില്ലെന്ന് പറഞ്ഞു.
ഇത് ഇട്ടുകൊണ്ട് വന്നിട്ട് ഇരിക്കാനും നിൽക്കാനും വയ്യാത്ത വേദനയായിരുന്നു. പിറ്റേ ആഴ്ച ഞങ്ങൾ ഇങ്ങോട്ട് വരുന്നത്. അപ്പോൾ ഹസ്ബൻഡിന് സുഖമില്ലാത്ത ആളായിട്ടും ആ ഭാരങ്ങളെല്ലാം തന്നെ എടുത്ത് ഇവിടെ വന്ന് ഞാൻ കോളർ പോലും ഊരാതെ ഇവിടെ ഇരുന്ന ഈ വേദന എല്ലാം 2 ദിവസം സഹിച്ചു. അതെ 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 ഞാൻ തന്നെ. അപ്പൊ ഞാൻ ഇവിടെ വന്നതിന് ശേഷം ഒറ്റ ദിവസമേ മരുന്ന് കഴിച്ചുള്ളൂ. പിറ്റേ ദിവസമൊക്കെ എനിക്ക് ഇരിക്കാൻ വയ്യാത്ത വേദന എന്ന് പറഞ്ഞ് എനിക്ക് സ്റ്റേജിൽ നിൽക്കുന്ന അച്ഛനെ പോലും കണ്ണു തുറന്ന് നോക്കാൻ വയ്യാത്ത കണക്കിന് വേദനയായിരുന്നു. ഞാൻ പറഞ്ഞു ഞാൻ മരുന്ന് കഴിക്കത്തില്ല ഈശോയെ, നീ എന്താന്ന് വെച്ചാൽ ചെയ്തോണോന്ന് പറഞ്ഞ് ഞാനിവിടെ ഇരുന്നു. ഇന്നായപ്പം വെഞ്ചരിപ്പ് പ്രാർത്ഥനയുടെ സമയത്ത് അച്ഛൻ വിളിച്ചു പറയുന്നു കോള ധരിച്ചു വന്ന ഒരു മകളെ ഈശോ സുഖപ്പെടുത്തുന്നു. ഞാൻ വലിച്ചൂരി ദൂരെ ഇറങ്ങി കഴിഞ്ഞു. യേശുവേ നന്ദി, യേശുവേ. കാര്യത്തിൽ യാതൊരു ബുദ്ധിമുട്ടുമില്ല, യാതൊരു ബുദ്ധിമുട്ടുമില്ല. പ്രൈസ് ദി ലോർഡ്. കാര്യങ്ങൾ ഉയർത്തി ആത്മാവിനാലാണ്